ടീം മാറ്റ്കമിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 NCERT കെമിസ്ട്രി സിലബസിലെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഡൈപോൾ മൊമെന്റുമായി ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ബേസിക്കലി ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയും ബിയും തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് എയിൽ നിന്ന് ഒരു ഇലക്ട്രോണും ബിയിൽ നിന്ന് ഒരു ഇലക്ട്രോണും കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് മ്യൂച്വൽ ഷെയറിംഗ് നടക്കുന്നത് കൊണ്ട് എക്കും ബിക്കും ഇടയിൽ ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടായെങ്കിൽ അസ്യൂം ദാറ്റ് ബി ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ എ. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ തന്നിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റത്തിന് കഴിവ്. ദ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ ബി ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ എ മീൻസ് ബി എന്ന് പറയുന്നത് ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ തന്നിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യും. വി നോ ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഹാവിംഗ് നെഗറ്റീവ് ചാർജ്. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള സാധനം തന്നിലേക്ക് കൂടുതൽ വരുമ്പോൾ ബിക്ക് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും എക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് എക്ക് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അങ്ങനെയാണ് എങ്കിൽ എയും ബിയും തമ്മിൽ ഒരു ചെറിയ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവുന്നു ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു ഡെൽറ്റ പ്ലസ് ചാർജും ഒരു ഡെൽറ്റ മൈനസ് ചാർജും ഉണ്ട്. ഇവ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. വാട്ട് ഈസ് എ ഡൈപോൾ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മോളിക്യൂളിൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഈ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ഡൈപോൾ. ഇനി ഒരു മോളിക്യൂളിൽ ഡൈപോൾ ഉള്ളെങ്കിൽ അതിനർത്ഥം ദാറ്റ് മോളിക്യൂൾ ഈസ് പോളാർ ഇൻ നേച്ചർ. അതായത് ഒരു മോളിക്യൂളിന്റെ പൊളാരിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡൈപോൾ എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡൈപോൾ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയറക്ഷൻ. യൂഷ്വലി ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഡ്രോൺ ഫ്രം ദ പോസിറ്റീവ് ടു നെഗറ്റീവ് ചാർജ്. ഡൈപോൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ്. ഇത് നമ്മൾ പോസിറ്റീവ് എൻഡിനെയും നമ്മൾ നെഗറ്റീവ് എൻഡിനെയും റെപ്രസെന്റ് ചെയ്യും. Then dipole moment എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡൈപോൾ മൊമെന്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈങ് ദ ചാർജ് ഓഫ് ദ മോളിക്യൂൾ. ഈ മോളിക്യൂളിലുള്ള ചാർജ് എന്താണ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എ ബി എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്താൽ അവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. ഡെൽറ്റ ഇൻറ്റു ഈ മോളിക്യൂളുകൾ തമ്മിലുള്ള അകലം ആർ ആണെങ്കിൽ ഡെൽറ്റ ഇൻറ്റു ആർ ആയിരിക്കും ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ദെൻ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന കൂളമാണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന മീറ്റർ ആണ്. സോ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് കൂളം മീറ്റർ എഴുതാം. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഡി ബൈ യൂണിറ്റ് റെപ്രസെന്റഡ് ബൈ ഡി. സോ ഇത്രയാണ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്ലസ് ക്യൂ ചാർജ് ഒരു മൈനസ് ക്യൂ ചാർജ് ഇവയെ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുന്നു ആരെങ്കിൽ ഇതിനെ നമുക്കൊരു ഡൈപോൾ എന്ന് വിളിക്കാം. ആ ഡൈപോളിന്റെ സ്ട്രെങ്ത് അല്ലെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഡൈപോൾ മൊമെന്റ്. ക്ലിയർ? ഇത്രയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, NF3യും NH3യും പോളാർ മോളിക്യൂൾ ആണ്. ദാറ്റ് മീൻസ് അവയ്ക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഡൈപോൾ മൊമെന്റ് ഓഫ് NF3 ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് NH3. വൈ? NF3യും NH3യും ധ്രുവീയൻ തന്മാത്രകളാണ്. NF3യുടെ ദ്വിധ്രുവ അഗൂർണം NH3യേക്കാൾ കുറവാണ്. കാരണം എഴുതുക, മലയാളം വായിച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ്, അത് ക്ഷമിക്കുക. സോ ബേസിക്കലി നമ്മൾ NH3യും NF3യും നോക്കിയാൽ നമ്മൾ വാലൻസ് ബോണ്ട് VSEPR തിയറി അനുസരിച്ച് ഇവയെന്ന് പറയുന്നത് ബേസിക്കലി പിരമിഡൽ ഷേപ്പിലുള്ള മോളിക്യൂൾസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം NH3 വരച്ചാലും NF3 വരച്ചാലും രണ്ടും പിരമിഡൽ ഷേപ്പിലുള്ള മോളിക്യൂളാണ്. രണ്ടിന്റെ കേസിനകത്ത് നൈട്രജനകത്ത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുമ്പോൾ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ, ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ, നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ, then carbon is approximately almost similar electronegativity with that of hydrogen. ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ വരിക. അപ്പൊ നമ്മളിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ നോക്കിയാൽ NH3 നോക്കിക്കഴിഞ്ഞാൽ നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ് കിട്ടും, നൈട്രജൻ ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ് കിട്ടും. സോ ഇവിടുത്തെ ഡൈപോൾ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും. ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് ദി ഡൈപോൾ. ബട്ട് here there is a lone pair of electron. So dipole എന്ന് പറയുന്നത്, dipole can be generated as a result of
ബോണ്ട് പെയർ ആസ് വെൽ ആസ് ലോൺ പെയർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ലോൺ പെയർ ഓറിയന്റഡ് ആയിട്ടുണ്ട്. ലോൺ പെയർ ഓറിയന്റ് ചെയ്തിരിക്കുന്ന നൈട്രജന്റെ കൂടെയാണ്. സോ ലോൺ പെയർ മൂലം ഒരു ഡൈപോൾ മൊമെന്റ് ആവും. ദാറ്റ് ഈസ് എ ഡൈപോൾ മൊമെന്റ്, ലോൺ പെയർ ഡൈപോൾ മൊമെന്റ്. ദിസ് ഇസ് ബോണ്ട് പെയർ ഡൈപോൾ മൊമെന്റ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ബോണ്ട് പെയർ ഡൈപോൾ മൊമെന്റോടെ കൂടിച്ചേർന്ന് ഒരു വെക്ടർ ക്വാണ്ടിറ്റി, വെക്ടർ അഡീഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ വെക്ടർ സം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഡൈപോൾ മൊമെന്റ് കിട്ടും. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ദ ഡൈപോൾ മൊമെന്റ് ഡ്യൂ ടു ലോൺ പെയർ as well as dipole moment due to bond pair are in the same direction. ഒരേ ഡയറക്ഷനിലാണ് അത് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ്, സെയിം ഡയറക്ഷനിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. NF3യുടെ കാര്യം നോക്കിയാൽ സിൻസ് ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ നൈട്രജൻ, അപ്പൊ എന്ത് സംഭവിക്കും? ഫ്ലൂറിൻ ആയിരിക്കും ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ പുൾ ചെയ്യുക. ഫ്ലൂറിൻ വിൽ ഗെറ്റ് എ ഡെൽറ്റ നെഗറ്റീവ് ചാർജ്, നൈട്രജൻ വിൽ ഗെറ്റ് എ ഡെൽറ്റ പോസിറ്റീവ് ചാർജ്. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഡൈപോളിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഡൈപോൾ ഡ്യൂ ടു ബോണ്ട് പെയർ മൂലമുള്ള ഡൈപോൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഈ 3 ഡൈപോളോടെ കൂടി ചേർന്ന് ഇതിന്റെ വെക്ടർ സം എന്ന് പറയുന്ന ഡൈപോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, ലോൺ പെയർ മൂലമുള്ള ഡൈപോൾ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ എന്ത് സംഭവിച്ചു? ഡൈപോൾ മൊമെന്റ് ഡ്യൂ ടു ലോൺ പെയർ ആസ് വെൽ ആസ് ഡൈപോൾ മൊമെന്റ് ഡ്യൂ ടു ബോണ്ട് പെയർ are in the opposite direction. നമുക്കറിയാം if two vectors are oriented in opposite direction അവിടെ ഒരു മ്യൂച്വൽ ക്യാൻസലേഷൻ സംഭവിക്കാം. അപ്പൊ നമ്മൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് നോക്കുമ്പോൾ NF3യുടെ കേസിലുള്ള നെറ്റ് ഡൈപോൾ മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും ഓൺ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് ദി NH3. അപ്പൊ അതിന് കാരണം എന്താണ്? ദ ഡൈപോൾ ഈസ് ബേസിക്കലി ബിക്കോസ് ഓഫ് ബോണ്ട് പെയർ ആസ് വെൽ ആസ് ലോൺ പെയർ. In the case of NH3, the orientation of the dipole moment due to the orientation of the dipole moment due to bond pair as well as orientation of the dipole due to lone pair are in the same direction. NF3 അത് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നെറ്റ് ക്യാൻസലേഷൻ സംഭവിക്കുന്നു. ഈക്വൽ ആണെങ്കിൽ 0 ആകും, അതല്ലാത്തത് കൊണ്ട് ഈക്വൽ അല്ലാത്തത് കൊണ്ട് റിഡക്ഷൻ സംഭവിക്കുന്നു. സോ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതുകൊണ്ടാണ് NF3യുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് NH3യേക്കാൾ കുറവാണ്. നമ്മൾ യൂഷ്വലി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്, സോ പുള്ളിങ് കൂടുതലായിരിക്കും. സോ ഈ റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ചാർജിന്റെ അളവ് കൂടാനാണ് സാധ്യത കൂടുതൽ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഡൈപോൾ മൊമെന്റ് വാല്യൂ താഴെയാവും? 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാവുന്ന റെഗുലർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.